നെക്സ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്താണെന്നുള്ളതിൻ്റെ നോക്കിയായിരുന്നു. ഇനി അടുത്ത പ്രൊഡക്ഷൻ കൺട്രോൾ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ കൺട്രോൾ. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ കൺട്രോൾ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസൈൻ ആൻഡ് യൂസ് ഓഫ് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ എസ്റ്റാബ്ലിഷിംഗ് പ്ലാൻസ് ആൻഡ് കൺട്രോളിംഗ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ആൻ ആക്ടിവിറ്റി. അപ്പോൾ എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉപയോഗിച്ച് എന്താണ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ ആ പ്ലാൻസിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്നു പ്ലാൻസ് വഴി. അതേപോലെ നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന 3 കാര്യങ്ങൾ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് എ കംപ്ലീറ്റ് പ്ലാൻ. ഫസ്റ്റ് നമുക്കൊരു കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഫോളോ അപ്പ് പ്രൊസീജിയർ, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം, ഒരു ഫോളോ അപ്പ് പ്രൊസീജിയർ, ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തുന്നു ഫോർ ഡിറ്റർമിനിങ് ഹൗ ക്ലോസ്ലി ദ പ്ലാൻസ് ആർ ഫോളോഡ്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പ്ലാൻ എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. നെക്സ്റ്റ് എ മീൻസ് ഓഫ് റെഗുലേറ്റിംഗ് എക്സിക്യൂഷൻ ടു മീറ്റ് ദ പ്ലാൻസ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പ്ലാൻ റിക്വയർമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മീൻസ്. ഇത്രയും 3 കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ കൺട്രോളിൽ വരുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ. ഈ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ? ഫസ്റ്റ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ദ എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ്. നമ്മൾ കുറേ പ്ലാനിങ് ഒക്കെ നടത്തി, പക്ഷേ ആ പ്ലാനിങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. നെക്സ്റ്റ് എൻഷുവേഴ്സ് ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ്. മാക്സിമം അല്ലെ മിനിമം എന്നല്ല, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ്. ഓൾസോ ഹെൽപ്ഫുൾ ഇൻ കോർഡിനേഷൻ. എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുക, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് ഇൻ മിനിമൈസിങ് ദ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി. കോസ്റ്റ് സ്വാഭാവികമായിട്ടും കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക, അതേപോലെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ലാസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഡിമാൻഡിനും സപ്ലൈക്കും ഇടയ്ക്കായിട്ട് വരുന്ന കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ടാവും. അതായത് നിങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനകത്ത് ഇൻവെൻട്രിയെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെൻട്രിയെ കൺട്രോൾ ചെയ്യുക, അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യും. ഇനി ഫങ്ഷൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ. ഈ പ്രൊഡക്ഷൻ കൺട്രോളിൽ വരുന്ന മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് റോ മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്, മെഷീൻസ് ആൻഡ് ലേബർ. അപ്പം ഈ പ്രൊഡക്ഷന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് എന്താണ്, അതുപോലെ എക്യുപ്മെൻറ്റ്, മെഷീൻസ്, ലേബേഴ്സ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഓർഗനൈസ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ഇൻ കൺഫോമിറ്റി വിത്ത് ഡിമാൻഡ് ഫോർകാസ്റ്റ്. അപ്പം നമുക്ക് എന്തായിരിക്കും മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡ് എന്തായിരിക്കും എന്നൊരു ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഫോർകാസ്റ്റിംഗ് അനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, അതായത് ടൈമിംഗ്, എപ്പോഴൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഓർഗനൈസ് ചെയ്യുക. നെക്സ്റ്റ്, ദ റിസോഴ്സസ് ആർ യൂസ്ഡ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് മിനിമൈസ്ഡ് ആൻഡ് ഡെലിവറി ഡേറ്റ് ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസേഷൻ, അതേപോലെ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, ബെസ്റ്റ് പോസിബിളായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ്? പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട്, അതേപോലെ ഡെലിവറി ഡേറ്റ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനകത്തുനിന്ന് വ്യതിചലനം വരാത്ത രീതിയിൽ കോസ്റ്റ് കുറച്ച് എന്താണ് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യണം. അതേപോലെ നെക്സ്റ്റ്, പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ദ ഓപ്പറേഷൻസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പ്രൊഡക്ഷൻ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള ഒരു പ്രോപ്പർ കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, to ensure regular and timely supply of raw materials at the desired place and for prescribed quality and quantity to avoid delays in the production. റെഗുലറായിട്ടും അതുപോലെ ടൈംലി സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. ഇപ്പോൾ റോ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് വേണ്ട സമയത്ത്
റെഗുലറായിട്ട് എത്തിക്കുക. അത് എവിടാണോ വേണ്ടത് ഡിസൈഡ് പ്ലേസ് ആൻഡ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ഇപ്പം വേണ്ട ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ ആയിട്ട് നമുക്ക് അതേപോലെ വേണ്ട സമയത്ത് ആ പർട്ടിക്കുലർ മെറ്റീരിയൽ എത്തിക്കുക. അങ്ങനെ എത്തിച്ചില്ലെങ്കിൽ എന്താ വരിക, ഡിലേ വരും അല്ലേ, പ്രൊഡക്ഷനിൽ ഡിലേ വരും. അപ്പോൾ ആ ഡിലേനെയൊക്കെ ഒഴിവാക്കുക. നെക്സ്റ്റ്, ടു പെർഫോം ഇൻസ്പെക്ഷൻ ഓഫ് സെമി ഫിനിഷ്ഡ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് യൂസ് quality control techniques to ascertain that produced items are of required specifications. അപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു, ചിലപ്പോൾ സെമി ഫിനിഷ്ഡ് ആയിരിക്കും, ഫുള്ളോടെ ഫിനിഷ് ആയിട്ടുണ്ടാവില്ല, കുറച്ച് പാർട്ട് മാത്രമായിരിക്കും, ഒരു പെർസെൻറ്റേജ് മാത്രമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകുക, ബാക്കിയുള്ള പ്രൊഡക്ഷൻ അടുത്ത ലെവലിലായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ ഫുള്ളോടെ കഴിഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാവും, ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും അതിൻ്റെയൊക്കെ നമുക്ക് റിക്വയർഡ് സ്പെസിഫിക്കേഷൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് അല്ലെ ടാർഗറ്റിനനുസരിച്ച് ഉള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള എൻഷുർ ചെയ്യുക. അതിനുവേണ്ടി ഉള്ള ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതുവഴിയാണ് നമ്മൾ പ്രോഡക്റ്റ് ഡിസൈൻ ഇപ്പോൾ നല്ലൊരു കൺട്രോളിങ് വഴിയാണ്, എന്താണ് കൺട്രോളിങ്ങിൻ്റെ ഫങ്ഷനാണ് എന്താണ് പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, അതുപോലെ ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇനി ഫൈനലി ഇതിൻ്റെ ഒരു ജസ്റ്റ് ഡിഫറൻഷ്യേറ്റാണ് ചെയ്തേക്കാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ, ഒരു കമ്പാരിസണാണ് മെയിൻലി. അപ്പോൾ പ്ലാനിങ്ങിൽ വരുന്ന എന്തൊക്കെയാണ്, അതുപോലെ 5 പോയിൻ്റ് ഉണ്ട്, അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളിൽ വരുന്ന 5 പോയിൻറ്റും. അപ്പോൾ ഓരോ നോക്കാം. ഫസ്റ്റ്, പ്ലാനിങ്ങിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ് എ pre-productive activity, whereas in production control will be in action when production activity begins. അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. പ്ലാനിങ്ങിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡക്ഷന് മുൻപ് ഉള്ളതാണ്, പ്രീ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയാണ്. പ്രൊഡക്ഷൻ കൺട്രോളിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് തുടങ്ങുന്നത് അല്ലേ. ഇനി അടുത്ത നെക്സ്റ്റ്, പ്രൊഡക്ഷൻ പ്ലാനിങ് ഡിസൈഡ്സ് ദ ഓപ്പറേഷൻസ് വിച്ച് ആർ റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻസ്. അത് ഏതൊക്കെ ഓപ്പറേഷനാണ് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലാണ്. ഇനി വെറസ് കൺട്രോളിൽ വരുന്നത് എന്താണ്, ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് സൂപ്പർവൈസ് ദ ഓപ്പറേഷൻസ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ. അവിടെ എന്ന് വെച്ചാൽ സെലക്ഷൻ അല്ല, പകരം ആ സെലക്ട് ചെയ്ത പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നു. തേർഡ്, പ്രൊഡക്ഷൻ പ്ലാനിങ് ഡിസൈഡ്സ് ഹൂ ഷുഡ് ഡു ദ വർക്ക് ആൻഡ് വെൻ. ആര് എപ്പോൾ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ. പ്രൊഡക്ഷൻ കൺട്രോൾ വരുമ്പോൾ എന്താണ്, എൻഷുവേഴ്സ് ദാറ്റ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് വർക്ക് ഓൺ ഷെഡ്യൂൾ. കൺട്രോളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരെപ്പോൾ ചെയ്യുന്നു എന്നുള്ളതല്ല, കറക്റ്റ് സമയത്ത് ചെയ്യുന്നുണ്ടോ, ആ ഒരു ടൈമിങ്ങിൽ സ്റ്റാർട്ടിങ് ടൈമും എൻഡിങ് ടൈമും ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ആവുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇനി ഫോർത്ത്, പ്രൊഡക്ഷൻ പ്ലാനിങ് ഷോസ് ദ ഡയറക്ഷൻസ്, whereas പ്രൊഡക്ഷൻ കൺട്രോൾ ഫോളോസ് ദീസ് ഡയറക്ഷൻസ്. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ കേസിൽ അവർ ഡയറക്ഷൻസ് കൊടുക്കും, എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കുന്നു. ഇനി കൺട്രോൾ വരുമ്പോൾ ഈ പറഞ്ഞ ഡയറക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഇനി ലാസ്റ്റ് പറയുന്നത്, പ്രൊഡക്ഷൻ പ്ലാനിങ് എസ്റ്റിമേറ്റ്സ് ദ റിസോഴ്സസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, എന്തൊക്കെ റിസോഴ്സസ് വേണം, അതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് സ്റ്റേജിൽ വരിക. പ്രൊഡക്ഷൻ കൺട്രോളിൽ വരുമ്പോൾ എന്താണ്, മേക്സ് അവൈലബിൾ റിസോഴ്സസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത റിസോഴ്സസ് ഉണ്ടാവും, അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ കൺട്രോളിൽ വരിക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വരിക.